വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ്. 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നാണോ അയാൾ കസ്റ്റഡിയിൽ വന്നിട്ടുള്ളത് അന്ന് മുതൽ ആണ് ഈ തടവ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2006 അദ്ദേഹത്തെ ജയിലിലാക്കിയിട്ടുള്ളത്. ഇത് 2006 ഡിസംബറിലാണ്. ഇന്ന് 2025 മെയ് മാസമായി അല്ലേ, ജൂണിലേക്ക് കിടക്കുകയാണ്. അപ്പം വളരെ ചെറിയ കാലഘട്ടം കൂടി നമുക്ക് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, ഇതിൻ്റെ അപ്പീൽ ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അത് റിയാദ് കമ്മിറ്റിയും ഇവിടുത്തെ നിയമസഹായ സമിതിയും ബന്ധപ്പെട്ട നിയമജനുമായി കൂടി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടിയാലോചന നടത്തുന്നതാണ്. 20 വർഷം എന്നുള്ള തടവ് കഴിഞ്ഞ തടവായി കണക്കാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.